പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികൾക്കും ജാമ്യം. 19 പ്രതികൾക്കും ഹൈക്കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല. സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ 19 പ്രതികൾക്കും ഹൈക്കോടതി കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, വിചാരണ പൂർത്തിയാകും വരെ സംസ്ഥാനം വിടരുത്, 50,000 രൂപയുടെ ബോണ്ട്, തത്തുല്യ ആൾജാമ്യം, പാസ്പോർട്ട് കെട്ടിവെക്കണം എന്നിങ്ങനെയാണ് ഉപാധികൾ. പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല. സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചു. കൂടാതെ തൂങ്ങിയതിന്റെ മുറിവുകളല്ലാതെ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ മറ്റു മുറിവുകൾ ഉണ്ടായിരുന്നില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആധാരമാക്കിയുള്ള പ്രതിഭാഗത്തിന്റെ വാദം വിശ്വസനീയമായി കണക്കാക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 34-ാം വകുപ്പ് ഉൾപ്പെടുത്താതിരുന്ന പ്രോസിക്യൂഷൻ നടപടിയും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നതും വിദ്യാർത്ഥികളാണെന്ന കാര്യവും കോടതി പരിഗണിച്ചു. കേസ് ഡയറി കൂടി പരിശോധിച്ച ശേഷമാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ കോടതി തീരുമാനിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ജനം, കൊച്ചി.